ഇന്നിതേ ഒരു ലോഡ് വറ്റ കിട്ടി കേട്ടോ. എല്ലാത്തിനെയും കൊണ്ട് കൊടുത്ത് കാശ് മേടിച്ച് അത് നമുക്ക് പിന്നെ പറയാം. ആദ്യം നമുക്ക് വറ്റ പിടിക്കുന്നതാണ് കേട്ടോ. വറ്റയ്ക്ക് ഇന്ന് ഭ്രാന്തായിരുന്നു കേട്ടോ. വറ്റ വിചാരിച്ചത് ഇന്ന് എനിക്ക് ഭ്രാന്തായിരുന്നെന്നാണ്. വറ്റയ്ക്കും ചെമ്പല്ലിക്കുമൊന്നും അറിയത്തില്ലല്ലോ. കേരളത്തിൽ മുഴുവൻ ചൂണ്ടക്കാരുണ്ട്, അവന്മാർക്കെല്ലാം ചൂണ്ട ഭ്രാന്താണെന്ന്. അതായത് നമുക്കിന്ന് മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ എറിക്കാൻ അടിച്ചിരിക്കുന്ന ഒരു വൈറ്റ് കളർ ഷാഡിലാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് ആദ്യത്തെ ഏറ് എറിയുമ്പോൾ തന്നെ വറ്റ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഏറിന് തന്നെ അടിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് മീനടി വളരെ കുറവായിരിക്കും, അടിക്കാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ അങ്ങനല്ലായിരുന്നു കേട്ടോ. എറിയുന്ന ഏറിന് മൊത്തം ചറപ്പറ നടിയായിരുന്നു. വെള്ളത്തിലേക്ക് ഇതേ ഈ ഷാഡ് ചെന്ന് വീഴുമ്പോഴത്തേക്കും മീനടിയായിരുന്നു കേട്ടോ. എന്തായാലും ഇതേ ഷാഡ് എറിഞ്ഞിടാൻ ഞാനും ഒട്ടും വൈകിയില്ല, പിടിക്കാൻ വറ്റകളും വൈകിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും പറയണ്ട, ചറപ്പറാന്ന് ആവശ്യം പോലെ വറ്റ കിട്ടിയ ഒരു ദിവസമായിരുന്നു. ഒരു പാക്കറ്റ് ഷാഡ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം മാത്രമാണ് കേട്ടോ എടുത്ത് യൂസ് ചെയ്തത്. മറ്റൊന്നും കൊണ്ടല്ല, അത് പെട്ടെന്ന് കീറിപ്പോവാത്ത ഒരു തരം മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു ഷാഡ് തന്നെ ധാരാളമായിരുന്നു കേട്ടോ. ഷാഡിന്റെ പേര് നിങ്ങൾക്ക് നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇത് കേരളത്തിൽ കൂടുതലായിട്ട് ഞാൻ മേടിക്കാറുള്ള കട നമ്മളെ സ്കെയിൽസിൻ്റെ ഷോപ്പാണ് കേട്ടോ. സ്കെയിൽസിൻ്റെ ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തപ്പിയെടുത്തോ. ഷാഡോടെ ആവശ്യം പോലെ കാണും. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷനായിട്ട് ആരും കാണരുത്. ഇത് വേറൊന്നുമല്ല, വറ്റ കിട്ടാത്ത ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ ഞങ്ങൾ പോയിട്ട് വറ്റ കിട്ടാറുള്ള എന്താണ് കാര്യം. ഒന്നാമത്തെ കാര്യം അവിടെ വറ്റ ഇല്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ടൈഡ് മോശമായതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതുപോലത്തെ ഒരു ഷാഡ് മേടിച്ച് വെച്ചോ, മീനെ അടിച്ചിരിക്കും, ഒരു സംശയമില്ല. ഇനി എൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മീനെ കൊണ്ട് കൊടുക്കുക, കാശ് മേടിക്കുക, പിന്നെയും ഷാഡ് മേടിക്കുക. ഓക്കെ, എന്തായാലും അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാമേ.